നമസ്കാരം. 2014 ആണ്ട് മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തെ ഫലം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2014 ആണ്ടിലെ വിഷുഫലമായി പറയുന്നത്, കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരുവാനോ തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗം ഉണ്ടാകുവാനോ യോഗം കാണുന്നു. ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുന്നത് വഴി ഈ ജൂൺ മാസം മുതൽ പുതിയതായുള്ള ചില കർമ്മ മേഖലകളെ ഏറ്റെടുക്കുവാനും അന്തിമമായിട്ട് വരുന്ന ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പൂർത്തീകരിച്ച് പുതിയ കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനും ഇടയുണ്ട്. ദാമ്പത്യപരമായിട്ടുള്ള അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിച്ച് വിട്ടുവീഴ്ച മനോഭാവത്താൽ ആയതിനെ അതിജീവിക്കുവാനും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷത്തോടുകൂടി വസിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ജീവിതത്തിലെ സാഹചര്യങ്ങൾ അഥവാ ജീവിതത്തിലെ ഉയർച്ചകൾ വന്നു ചേരുന്നത് വഴി നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങിക്കുവാനോ ഭൂമി വാങ്ങിക്കുവാനോ ഉള്ള സാഹചര്യം ഈ വർഷം ഉണ്ടായിത്തീരും. അസുലഭ നിമിഷങ്ങളെ പലപ്പോഴും അനിർവചനീയമാക്കുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യം ഉണ്ടായിത്തീരും. ഒരു പക്ഷേ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് ജോലിക്ക് ഉതകുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിക്ക് ചേരുവാനും ഇടയുണ്ട്. സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളോടൊപ്പം ഈ വർഷം വിനോദ ഉല്ലാസയാത്രയ്ക്ക് അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൊണ്ടുപോകുവാനും അവിടെ താമസിപ്പിക്കുവാനും 5-6 മാസം താമസിപ്പിക്കുവാനും സാധ്യത കൈവന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനിടയുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസമുണ്ടാകും. വിരോധികളായിരുന്ന പലരും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും ഈ വർഷം സർവാത്മന സഹകരിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാനും സാധ്യത കാണുന്നു. എന്നാൽ ഈ വർഷം ഭക്ഷണക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം തുടങ്ങിയവ ശീലിക്കുന്നത് വഴി ദേഹസംരക്ഷണം ഉണ്ടായിത്തീരുവാനും ഈ വർഷം സാധ്യതയുണ്ട്. പലപ്പോഴും പലരും വിരോധികളായിരുന്നവർ ലോക്യം കൂടുവാനിട വരുമെങ്കിലും അവരുടെ സ്വാർത്ഥ താല്പര്യത്തെപ്പറ്റി പുനർചിന്തനം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. വ്യാപാര വ്യവസായ വിപണന മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിത്തീരും. അശ്വതി നക്ഷത്രം ജനിച്ചവർക്ക് 2014 ആണ്ട് വിഷു മുതൽ ഒരു വർഷത്തെ ഫലമാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.